प्रभु के नाम की महिमा हो। मनोहरമായ ഒരു ദിവസം സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിച്ച് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു। ऐसा एक अच्छा दिन प्रभु ने हमें प्रदान किया, इसलिए मैं प्रभु का धन्यवाद करता हूँ। ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇവിടെയുള്ള ദൈവസഭയും ഒരുക്കി, അതോടൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു। प्रभु के वचन के सेवकाई के लिए यहाँ की कलीसिया को भी प्रभु ने तैयार किया, इसलिए मैं प्रभु का धन्यवाद करता हूँ। അതിനായി സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ വിളിക്കുകയും അതിനവസരം നൽകിയ ദൈവസഭയോടും ദൈവദാസനോടും उള്ള നന്ദിയും സ്നേഹവും ഞാൻ ആരംഭത്തിൽ അറിയിക്കുന്നു। और उसके लिए प्रभु ने मुझे तैयार किया, प्रभु का धन्यवाद करता हूँ। यहाँ के कलीसिया और यहाँ के प्रभु के दास को भी प्रभु ने इस तरह से प्रेरणा दी और मुझे यहाँ बुलाया, इसलिए मैं प्रभु का पहले धन्यवाद करता हूँ। നാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ദൈവവചനത്തിൽ നിന്നും ധ്യാനിക്കുവാനാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത്। प्रभु के वचन से सबसे मुख्य कुछ बातों को आज मनन करने के हम यहाँ आए हैं। ഈ വേദഭാഗം അതിന്റെ എല്ലാ അർത്ഥത്തിലും നമുക്ക് പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും കഴിഞ്ഞാൽ यदि इस भाग को, शास्त्र भाग को सीखने और कार्य में लाने के हमसे संभव होगा तो നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയും। हम हमारे प्रभु यीशु मसीह के समान के संसार में जी पाएंगे। അതുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിന് ഒരു തലക്കെട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു। मैं इसके लिए एक शीर्षक देना चाहता हूँ ये संदेश को, शिष्यरागाम शिष्यरागाम, शिष्य बने और शिष्य बनाए। ശിഷ്യത്വം എന്നുള്ളത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്। चेले बनाना ये प्रभु के वचन में सबसे महत्वपूर्ण बात है। അതുകൊണ്ട് ഈ വിഷയത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ഈ ആദ്യ ക്ലാസ്സിൽ നാം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു। तो हमारे प्रथम क्लास में हम सीखेंगे इसकी महत्व क्या है। നാം ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും, यहाँ आए हुए सभी प्रभु के संतान ഈ വിഷയം നന്നായി പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനും കഴിഞ്ഞാൽ, यदि इस विषय को सही तरह से समझेंगे और उस तरह से जीवन बिताना सीखेंगे, സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ രക്ഷിച്ച് ദൈവമക്കളാക്കി തീർത്തതിന്റെ ഉദ്ദേശം സാധ്യമാകും। तो स्वर्गीय परमेश्वर ने हमें जो उद्देश्य से बनाया और यहाँ रखा, वो उद्देश्य पूरा होगा। വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും, भले ही हमको बाकी बहुत सारी बातें समझ में न आए, ഈ തലക്കെട്ട് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഓർക്കുവാൻ, അത് ആഴത്തിൽ പതിയുവാൻ ഇടയായി തീരേണ്ടുന്ന വാചകമാണ്। ये जो शीर्षक है हमारे हृदय में गहराई से छप जाए, ये आवश्यक है। ഞാൻ ആരാണ്, ഞാൻ ആരാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്। प्रभु क्या चाहते हैं कि मैं क्या बनूं। രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും കർത്താവിന്റെ നല്ല ശിഷ്യന്മാരാണ്। जितने लोग उद्धार पाए हैं वो सब प्रभु के अच्छे चेले हैं। അവർ ശിഷ്യരാക്കാനുള്ള പ്രാപ്തിയിലേക്ക് വളരണം എന്നുള്ളതാണ് ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്। और प्रभु चाहते हैं, परमेश्वर चाहते हैं कि हर एक चेला दूसरों को चेले बनाने में सक्षम बने। അതുകൊണ്ട് ഞാൻ ആദ്യം പ്രാരംഭത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, इसलिए मैं शुरुआत में इस बात को बताना चाहता हूँ, വേറെ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഈ തലക്കെട്ട് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ ഇടയാകണം। चाहे हमें दूसरा कुछ समझ में न आए, फिर भी ये बात हमारे मन में बैठ जाए। ഞാൻ ഒരു നല്ല ശിഷ്യനായി ജീവിക്കാൻ ഇന്നു മുതൽ ആഗ്രഹിക്കുകയാണ്। आज से मैं चाहता हूँ कि प्रभु का एक अच्छा चेला बनकर जीऊं। ഒരു നല്ല ശിഷ്യത്വം എന്നുള്ള ആ അനുഭവത്തിലേക്ക്, യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന വളർച്ചയിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുകയാണ്। जिस उन्नति तक मसीह मेरे बारे में चाहते हैं, वहां तक मैं बढ़ूं, ये बात मेरे मन में आ गया। ഞാൻ മാത്രം പോരല്ലോ, അനേകരെ ശിഷ്യരാക്കാനുള്ള വലിയ ഉത്തരവാദിത്വവും ദൈവം എന്നെ ഫലമേൽപ്പിച്ചിട്ടുണ്ട്। केवल मैं ही नहीं, लेकिन बहुतों को इस तरह से चेले बनाना, ये प्रभु ने जिम्मेदारी मुझे भी दी है। അതുകൊണ്ട് ഞാൻ ആ ഉന്നതമായ തലത്തിലേക്ക് വളരണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്। इसलिए प्रभु चाहते हैं कि मैं भी उस ऊंचे स्थान पर पहुंचूं। ആ നിലയിലേക്ക് വളരാനുള്ള ആഗ്രഹവും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം। और उस स्तर पर पहुंचने के लिए इच्छा और वो समर्पण हमारे अंदर होनी जरूरी है। അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നാം ഒന്ന് തീരുമാനമെടുക്കുവാൻ, മുമ്പോട്ടുള്ള ജീവിതം ഓരോ നിമിഷവും ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ വലിയ ബോധ്യത്തോടുകൂടെ നാം ഈ ലോകം വിട്ട് പിരിഞ്ഞു പോകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ധാരാളം കൃപ നൽകട്ടെ।
तो स्वर्ग का परमेश्वर हम पर अनुग्रह दिखाए कि यहाँ इन बातों को हम सीख कर और इसके बारे में निश्चय करके निर्णय लेकर हम यहाँ से विदा हो। നമുക്ക് നല്ല ശിഷ്യരാകാം, हम अच्छे चेले बने, അനേകരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കാം, और दूसरों को इस चेले होने में बुलाए। ഇതിന്റെ ഈ ഭാഗം ഉൾക്കൊണ്ടിരിക്കുന്ന ആ വേദഭാഗം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, पहले ये जो विचार है, विषय है, वो जिस भाग में है वहां से पढ़ना चाहता हूँ। ഈ 5 വാക്യങ്ങളിൽ നിന്നാണ് ഇനിയുള്ള സന്ദേശങ്ങൾ നാം കേൾക്കാനായിട്ട് പോകുന്നത്. और आने वाले समय में जो संदेश होगा वो इन 5 कलम के आधार पर होगा। മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. मत्ती रचित सुसमाचार 28वें अध्याय के 16 से लेकर 20वें कलम तक। ग्यारह चेले गलील में उस पहाड़ पर गए जिसे यीशु ने उन्हें बताया था। उन्होंने उसके दर्शन पाकर उसे प्रणाम किया, पर किसी किसी को संदेह हुआ। यीशु ने उनके पास आकर कहा, स्वर्ग और पृथ्वी का सारा अधिकार मुझे दिया गया है, इसलिए तुम जाओ, सब जातियों के लोगों को चेले बनाओ और उन्हें पिता और पुत्र और पवित्र आत्मा के नाम से बपतिस्मा दो और उन्हें सब बातें जो मैंने तुम्हें आज्ञा दी है मानना सिखाओ, और देखो मैं जगत के अंत तक सदा तुम्हारे संग हूँ। ഇവിടെ വായിച്ച വാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് നാം കാണുകയാണ്. सबसे मुख्य तौर पर यहाँ जो शब्द है, लोगों को चेले बनाओ। അപ്പോൾ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശിഷ്യരാകുന്നവരുമുണ്ട്, ശിഷ്യരാക്കുന്നവരും ഉണ്ട്. तो इस वचन के आधार पर चेले बनने वाले भी हैं और चेले बनाने वाले भी हैं। ശിഷ്യരാക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശിഷ്യനാകാനുള്ള ആളുകളും ഒരുക്കപ്പെടണം എന്നുള്ളത് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സത്യമാണ്. तो ये तो सच है कि यदि चेले बनाना है तो कुछ लोगों को चेले बनने की इच्छा भी होनी चाहिए। അപ്പോൾ ഇവിടെ തന്നെ ശിഷ്യരുമുണ്ട്, ശിഷ്യരാക്കുന്നവരും ഉണ്ട്. तो यहाँ चेले भी हैं और ऐसे लोग भी हैं जो चेले बनाएंगे। അപ്പോൾ നാം ആദ്യം ചിന്തിച്ചതുപോലെ ഈ വിഷയത്തിന്റെ പ്രാധാന്യമാണ് ചില കാര്യങ്ങൾ, ആശയങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. तो इस विषय का जो महत्व है उसके ऊपर पहले चर्चा करेंगे हम लोग। ഒന്നാമതായിട്ട് ഇത് ആരാണ് പറയുന്നത്? पहले तो किसने कहा ये बात? നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ഈ വലിയ നിയോഗം തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. हमें पता है कि हमारे प्रभु यीशु मसीह जो मरे हुए से जी उठा, उसने ये काम अपने चेलों को दिया। നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. हमारा प्रभु यीशु मसीह मरे हुए से जी उठा मसीह है। ആ കർത്താവായ യേശുക്രിസ്തു തന്റെ അരുമ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് പറയുന്ന കാര്യമാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം. ये पुनरुत्थान पाया मसीह ने अपने प्रिय चेलों को कुछ बातें बताई, वो है यहाँ। കർത്താവായ യേശുക്രിസ്തു നൽകുന്ന മഹാനിയോഗമാണ് ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. हमारे प्रभु यीशु मसीह ने जो बहुत बड़ा काम उनको समर्पित किया, वो है लोगों को चेले बनाओ। നാം എവിടെയോ മറന്നുപോയ ഒരു സത്യമാണ് ഈ ശിഷ്യത്വത്തിന്റെ പാത എന്നുള്ളത്. कहीं तो हम इस बात को भूल गए हैं, इस रास्ते को चेले बनाने का। കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ധാരാളം കൽപ്പനകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. संसार में जब प्रभु यीशु मसीह थे तो बहुत सारी आज्ञाओं को प्रभु ने ഈ बताया। മത്തായി സുവിശേഷം ആദ്യ അധ്യായങ്ങളിൽ തന്നെ നാം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാരംഭ ഗിരിപ്രഭാഷണത്തിൽ എന്തോ ഒരു കൽപ്പനകളാണ് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി നൽകിയിരിക്കുന്നത്. पहाड़ी संदेश में प्रभु यीशु मसीह ने कितने सारे आज्ञाओं को अपने चेलों को सुनाया था। കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോടും തന്റെ അരികിൽ കൂടി വന്നിരുന്നവരോടും കർത്താവ് അനേക കൽപ്പനകൾ അവർക്ക് നൽകിയിരുന്നു. प्रभु यीशु मसीह ने अपने चेलों और प्रभु के पास आने वाले लोगों को बहुत सारे आज्ञाओं को दिया था। അത് കഴിഞ്ഞിട്ട് 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. और 7वें अध्याय के आखिरी भाग में जब प्रभु आते हैं तो कुछ बोलते हैं, ഈ കൽപ്പനകൾ കേട്ട് ചെയ്യുന്ന ബുദ്ധിമാൻ. जो बुद्धिमान व्यक्ति इन आज्ञाओं को सुनता है और वैसा करता है। അപ്പോൾ സർവാധികാരിയായ കർത്താവിന്റെ കൽപ്പനകൾ കേട്ട് അനുസരിക്കുന്നവർ ആരാണ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. तो वहां बताया गया है कि सर्वाधिकारी प्रभु के आज्ञाओं को मानने वाला व्यक्ति कौन होता है? അവൻ ബുദ്ധിമാനാണ്. वो तो ज्ञानी है, बुद्धिमान है। അവന്റെ ഒരു പ്രത്യേകത നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. उसकी एक खूबी वहां दिखते हैं, അവൻ ആരെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്ന ബുദ്ധിമാനാണ്. वो ऐसा बुद्धिमान है जिसने गहराई में खोदा और वहां उसने नींव डाली, ऐसा बुद्धिमान है।
അവിടെ വൻതിരകളും കാറ്റുകളും കോളുകളും ഒക്കെ ആ വീടിന്മേൽ അലയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. वहां तो बहुत बड़े बड़े लहर और बारिश और पानी वहां बाढ़ आने की बहुत सारी संभावना है. എന്നാൽ അവൻ പാറമേലാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ വീടിന് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. और उसने गहराई पर चट्टान पर उसने अपनी नींव डाली, इसलिए उस घर को कोई नुकसान नहीं होता. അപ്പൊ കർത്താവിന്റെ വചനം കേൾക്കുന്നവരെ കർത്താവ് തന്നെ രണ്ടായി അവിടെ തിരിക്കുന്നുണ്ട്. तो प्रभु के शब्दों को सुनने वालों को दो भागों में प्रभु बांट देते हैं. ഒന്ന് കേട്ട് ചെയ്യുന്ന ബുദ്ധിമാനും മറ്റ് കേട്ട് ചെയ്യാതിരിക്കുന്നവരും. एक है ऐसा बुद्धिमान जो इन बातों को सुनकर मानता है और दूसरे जो इसको मानते ही नहीं. മറ്റേയാളുടെ പ്രത്യേകത നമുക്ക് അവിടെ കാണാം. അവൻ മണലിന്മേലാണ് വീട് പണിയുന്നത്. दूसरे व्यक्ति के बारे में हम देखते हैं वहां खूब यह है वो बालू पर अपना घर बनाता है. പുറമേ നോക്കിയാൽ ഏകദേശം നന്നായിരിക്കും, ഒരുപോലെ ഇരിക്കും. बाहरी तौर से देखें तो दोनों एक समान दिखते हैं, अच्छे दिखते हैं. അടിസ്ഥാനം ആർക്കും കാണാൻ കഴിയുന്നതല്ലോ. वैसे भी तो उसका जो नींव है कोई दिखता नहीं. വേണമെങ്കിൽ ഈ നല്ല അടിസ്ഥാനമിട്ട് പണിയുന്ന കെട്ടിടങ്ങളെക്കാൾ മനോഹരമായി വേണമെങ്കിൽ മണലിന്മേൽ പണിയുന്ന കെട്ടിടങ്ങൾ പണിയാം. संभवतः जो बालू पर घर बनाते हैं उसको चट्टान पर बनाए हुए घर से और भी सुंदर मनोहर बनाने में वो लोग सक्षम हो सकते हैं. എന്നാൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴാണ് ഇവൻ എവിടെയാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. लेकिन जीवन के संघर्षों समस्याओं को जब सामना करता है तब मालूम पड़ेगा नींव कहाँ है. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്ന കാര്യങ്ങൾ കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ പറഞ്ഞ കൽപ്പനകളാണ്. वहाँ प्रभु यीशु मसीह ने जब इस संसार में बैठे तब उन्होंने कहा वो आज्ञा है वहाँ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിന്റെ കൽപ്പനകൾ തന്നെയാണ്. वो तो बहुत महत्वपूर्ण है, प्रभु की ही आज्ञाएं हैं. പക്ഷേ ഈ വായിച്ച വേദഭാഗം എന്നുള്ളത് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് നൽകുന്ന കൽപ്പനയാണ്. लेकिन यहाँ जो हम भाग पढ़ते हैं पुनरुत्थान पाए हुए मसीह की आज्ञाएं हैं. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ऐसे क्यों कहा? റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. रोमियो की पत्री उसके पहले अध्याय के 5वें कलम में हम कुछ पढ़ते हैं. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ശക്തിയോടെ തെളിയിക്കുവാനിടയായിരുന്നു. उसके हिंदी में ऊपर नीचे होता है तो उसके तीसरे कलम में है अपने पुत्र हमारे प्रभु यीशु मसीह के विषय में प्रतिज्ञा की थी कि वह शरीर के भाव से तो दाऊद वंश से उत्पन्न हुआ और पवित्र आत्मा के भाव से मरे हुए में से जी उठने के कारण सामर्थ्य के साथ परमेश्वर का पुत्र ठहरा. അവിടെ നാം വായിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ശക്തിയോടെ നിർണയിക്കുവാൻ തെളിയിക്കുവാനിടയായിരുന്നു. यहाँ के वचन के आधार पर पवित्र आत्मा के भाव से वो मरे हुए से जी उठने के कारण सामर्थ्य के साथ परमेश्वर का पुत्र है करके साबित हुआ. എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രൻ നൽകുന്ന ആ കൽപ്പനയാണ് ഇവിടെ നമുക്ക് രേഖപ്പെടുത്തി നൽകിയിരിക്കുന്നത്. उसका मतलब यह है जो जी उठा वो प्रभु का परमेश्वर का पुत्र ये आज्ञाओं को हमें देता है. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രനായി ഈ ഭൂമിയിൽ ജീവിച്ചു. ये तो सही है कि प्रभु यीशु मसीह संसार में परमेश्वर का पुत्र होकर ही जिया. രക്ഷാമാർഗം ഒരുക്കുവാൻ അവൻ ദൈവപുത്രനാണെന്ന്, ആ രക്ഷാമാർഗം ഒരുക്കാൻ വന്നവനാണെന്ന് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം നമ്മോട് സംസാരിക്കുന്നുണ്ട്. और क्रूस के मृत्यु से साबित होता है कि वो परमेश्वर का पुत्र है जो हमारे लिए उसने रास्ता तैयार किया. മാത്രമല്ല അവൻ ദൈവപുത്രനാണെന്ന് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാണ് തെളിയിച്ചത്. और वो परमेश्वर का पुत्र है ये बात को उसके पुनरुत्थान के द्वारा उसने साबित किया. അതിലൂടെ വന്ന കാര്യം സാധിപ്പിച്ചിട്ടുണ്ടെന്നും തെളിയിക്കുവാനിടയായിത്തീർന്നു. और उससे ये भी साबित हुआ कि उसने जो काम करने के लिए वो जो जिस कार्य के आया वो उसने पूरा किया. യേശുക്രിസ്തു എന്തിനാ വന്നത്? प्रभु यीशु मसीह क्यों आए? പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. पापियों का उद्धार करने के लिए आए. രക്ഷാമാർഗം കാൽവരി ക്രൂശിൽ ഒരുക്കി. उद्धार के रास्ते को उसने कलवरी के क्रूस पर बनाया. സകല മനുഷ്യർക്കും രക്ഷ സാധ്യമാണെന്ന് തെളിയിച്ചു അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. सभी मनुष्यों के लिए उद्धार संभव है इस बात को उसने क्रूस पर दिखाया. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിനാൽ മനുഷ്യവർഗത്തിന് രക്ഷയുണ്ടെന്ന് തെളിയിച്ചു. और उसके पुनरुत्थान के द्वारा उसने ये बात साबित किया कि उद्धार संभव है. പാപമോചനം ഉണ്ടെന്ന് തെളിയിച്ചു. पापों की क्षमा भी संभव है. കൊരിന്ത്യർ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. कोरिन्थियों की पत्री पहले अध्याय 15वें कलम में ये बात देखते हैं. അവിടെ തന്നെ പൗലോസ്ലീഹ ഇങ്ങനെയാണ് പറയുന്നത്: तो प्रेरित पौलुस ऐसे कहते हैं. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. कोरिन्थियों की पत्री 15वें अध्याय में
कि यदि मसीह जी नहीं उठा तो तुम अभी भी तुम्हारे पापों में हो। അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ യേശുക്രിസ്തു ആരാണെന്ന് തെളിയിക്കുവാനിടയായി തീർന്നു. यीशु मसीह के उसके पुनरुत्थान के द्वारा उसने साबित किया कि वो कौन है। അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ഈ വലിയ നിയോഗം നമുക്ക് നൽകുവാനിടയായി തീർന്നത്. तो इस पुनरुत्थान पाए हुए मसीह ने हमें ये बहुत बड़ा काम किया है। മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, और तीसरा विषय मैं जो बताना चाहता हूँ, അനുസരിക്കുന്നവരോടാണ് ഈ കൽപ്പന കൊടുത്തത്. ये सब आज्ञाएं उनकी है जो बातें मानते हैं। ഈ 16ാമത്തെ വാക്യം ആരംഭം വാക്യം നമുക്ക് ഇങ്ങനെയാണ് വായിക്കുന്നത്. 16वें कलम की शुरुआत में हम यूं पढ़ते हैं, എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ച മലയിലേക്ക് പോയി. 11 चेले गलील में उस पहाड़ पर गए जिसे यीशु ने उन्हें बताया था। അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. उन्होंने उसके दर्शन पाकर उससे प्रणाम किया। അപ്പോൾ യേശുക്രിസ്തു ഒരു കാര്യം അവരോട് കൽപ്പിച്ചു, നിങ്ങൾ ഗലീലയിലേക്ക് പോകണം, മലയിലേക്ക് പോകണം. यीशु मसीह ने उनको एक आज्ञा दिया कि तुम गलीला में उस पहाड़ पर जाओ। അവിടെ നാം വായിക്കുന്നത് ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ച മലയിലേക്ക് പോയി. जिसे यीशु ने उन्हें बताया, आज्ञा दिया था, उसी पहाड़ पर गए। അപ്പോൾ അനുസരിക്കുന്നവരാണ് ഈ വലിയ നിയോഗം അവർക്ക് കൊടുക്കുവാനിടയായി തീർന്നത്. आज्ञाकारी लोगों को ही ये बहुत बड़ी आज्ञा दी गई है। പ്രിയപ്പെട്ടവരെ, നാം അനുസരിക്കാൻ ഒരുക്കമുള്ളവരാണോ? क्या प्रियो हम आज्ञा मानने के लिए तैयार है? ദൈവവചനം എന്നോട് കൽപ്പിക്കുന്നത് അത് അതുപോലെ അനുസരിക്കാൻ ഞാൻ ഒരുക്കമുണ്ടോ? क्या प्रभु के वचन को जैसे बताया गया वैसे ही मानने के लिए मैं तैयार हूँ? അവരോട് തുടർന്ന് ദൈവത്തിന് സംസാരിക്കാനായിട്ട് കഴിയുള്ളൂ. उन्हीं लोगों से प्रभु आगे भी बातें कर सकते हैं। എന്തിനാ ഞങ്ങൾ ആ മലയിലേക്ക് പോകുന്നത്, ഇവിടെ വെച്ച് പറഞ്ഞാൽ പോലെ എന്ന് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. वो तो बोल सकते हैं क्यों हम पहाड़ पर जाएं, यहीं कहीं बातें हो जाएंगी, तो बहुत अच्छी बात है। പക്ഷെ അവർ ചോദ്യം ചെയ്യാതെ കർത്താവിന്റെ കൽപ്പന അതുപോലെ അനുസരിക്കുകയാണ്. लेकिन वो सवाल नहीं करते हैं, प्रभु के सब बातों को वैसे ही मान लेते हैं। മാത്രമല്ല അവൻ അവിടെ കണ്ടപ്പോൾ അവർ വീട് നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. और आगे देखते हैं, उसे देख कर या उसका दर्शन पाकर तुरंत वो लोग उसका प्रणाम भी करते हैं। ഞാൻ അതിന്റെ ആശയം ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. मैं उसके सारांश को ऐसे बताना चाहता हूँ, ചോദ്യം ചെയ്യാതെ താഴ്മയോടെ അനുസരിക്കാൻ ഒരുക്കമുള്ളവരോടാണ് സ്വർഗത്തിലെ ദൈവം തുടർന്നും കൽപ്പിക്കുവാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. स्वर्ग का परमेश्वर उन्हीं से बातें करने के लिए तैयार है या चाहते हैं जो लोग आज्ञा मानते हैं, जैसे कहा गया नम्रता के साथ उसको ग्रहण कर लेते हैं। പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ यारो आज जब प्रभु का वचन हमसे बातें करता है, നാം അത് അനുസരിക്കാൻ ഒരുക്കമുണ്ടെങ്കിലേ തുടർന്ന് ദൈവം നമ്മോട് സംസാരിക്കുകയുള്ളൂ. यदि हम सुनने को तैयार है तो ही प्रभु आगे हमसे बोलेंगे। അനുസരിക്കാൻ ഒരുക്കമില്ലാത്തവരോട് തുടർന്ന് ദൈവം സംസാരിക്കുകയില്ല. यदि आज्ञा मानने में इच्छा नहीं है तो प्रभु आगे से हमसे बातें नहीं करेंगे। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ കർത്താവേ അങ്ങ് എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാൻ അനുസരിക്കാൻ ഒരുക്കമാണ് എന്നുള്ള സമർപ്പണവും താഴ്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകട്ടെ. स्वर्ग का परमेश्वर हम पर कृपा दिखा है कि जब हम यहाँ बैठते हैं, प्रभु से हम प्रार्थना करें, प्रभु मुझे वो नम्रता और वो आज्ञाकारिता दे कि मैं उन सभी बातों को सुनूं और ग्रहण करूं तेरी इच्छा के अनुसार। വേദപുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ തുടങ്ങുമ്പോൾ മുതൽ ഈ മനോഹരമായ സത്യം ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. पवित्र शास्त्र के शुरुआत से ही, पहले अध्याय से ही पवित्र आत्मा इन बातों को लिखकर बताते हैं। ഞാൻ അത് എടുത്തു വായിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. ये सब मैं अभी पूरा उद्धृत नहीं करना चाहता हूँ, आप सब जानते ही है। ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായത്തിന്റെ 1ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. उत्पत्ति के पुस्तक 12वें अध्याय के पहले कलम में हम यूं पढ़ते हैं, ദൈവം അബ്രഹാമിനോട് പറയുക, നീ വിട്ട് പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. अब्राहम से परमेश्वर कहते हैं कि जिस देश को मैं तुझे दिखाऊंगा, अपने देश को और अपने कुटुंबियों को छोड़कर उस देश को चला जा। വിട്ട് പുറപ്പെട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. जो देश मैं तुझे दिखाऊंगा उस देश को तू निकल जा, छोड़कर निकल जा। ആദ്യം എവിടെയാണെന്ന് പറ, എന്നിട്ട് പോകാമെന്ന് അബ്രഹാം പറഞ്ഞില്ല. अब्राहम ने नहीं कहा पहले बताइए कहाँ जाना है फिर मैं जाऊंगा। 4ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, चौथे कलम में ऐसे पढ़ता है, കൽപ്പിച്ചതുപോലെ പുറപ്പെട്ടു. यहोवा के वचन के अनुसार अब्राहम चल पड़ा करके വിട്ട് പുറപ്പെടാൻ കൽപ്പിച്ചു, ഉടനെ അവൻ വിട്ട് പുറപ്പെടുകയാണ്. निकलने के लिए कहा, चलने के लिए कहा, वो चल दिया। എന്നെ ഏറെ ചിന്തിപ്പിച്ച കാര്യം അവിടെ അബ്രഹാമിന്റെ പ്രായം രേഖപ്പെടുത്തുന്നുണ്ട്, 75 വയസ്സായി. मुझे बहुत सोचने पर लगाने वाली बात यह है कि उसका उम्र लिखा है 75 वर्ष। എത്ര മനോഹരമായിട്ടാണ് ആ പ്രായവും കൂടെ ദൈവം അവിടെ ഉൾപ്പെടുത്തുന്നത്. कितने अद्भुत रीति से प्रभु उसके उस उम्र को भी लिखते हैं।
പ്രിയപ്പെട്ടവരെ, വേണമെങ്കിൽ അബ്രഹാമിന് പറയാം, 75 വയസ്സായില്ലേ, ഇത്രയും പ്രായമൊക്കെയായി, ഇനിയിപ്പോ എങ്ങോട്ട് പോകാനാ, ഇവിടെ തന്നെ കഴിഞ്ഞുകൂടിയ പോലെ എന്ന് വേണമെങ്കിൽ അബ്രഹാമിന് ചോദിക്കാം. अब्राहम तो पूछ सकता था कि अभी इतना उम्र हो गया प्रभु, चाहे तो इधर ही हो जाए तो अच्छी बात है. പ്രിയപ്പെട്ടവരെ, വിട്ടു പുറപ്പെടാൻ ഒരുക്കമുള്ളവരോട് ദൈവത്തിന് സംസാരിക്കാൻ കഴിയുള്ളൂ. जो छोड़कर चलने के लिए तैयार है उन्हीं से प्रभु बातें करेंगे. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനുഭവിക്കണമെങ്കിൽ, അത് അനുഭവവേദ്യമാകണമെങ്കിൽ, അത് ആസ്വദിക്കണമെങ്കിൽ വിട്ടു പുറപ്പെടാൻ ഒരുക്കമുള്ളവരായിരിക്കണം. यदि प्रभु के इन बातों को हम पूरी तरह से चलना चाहते हैं तो हमें छोड़कर चलना होगा. അതിന് പ്രായ വിഷയമല്ല. उसके लिए हमारा आयु जो है, उम्र जो है, ഏത് പ്രായത്തിലുള്ളവരായിക്കൊള്ളട്ടെ, आपकी उम्र चाहे कुछ भी हो, ദൈവവചനത്തോട് അനുസരണം കാണിക്കുവാൻ നിങ്ങൾക്ക് ഒരുക്കമുണ്ടോ? यदि आपको प्रभु के वचन की ओर आज्ञाकारिता है, ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. प्रभु आपसे बोलना चाहते हैं. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. प्रभु चाहते हैं कि अपने आशीर्वादों को आपके ऊपर उंडेले. ദൈവവചനത്തിൽ നാം കാണുന്ന ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ദൈവത്തോട് അനുസരണം കാണിച്ചവരെ മാത്രമേ ദൈവം ഉപയോഗിച്ചിട്ടുള്ളൂ. प्रभु के वचन के इतिहास को पढ़ेंगे तो मालूम पड़ेगा जिन्होंने प्रभु की आज्ञा को माना उन्हीं को आशीष मिला है. നമ്മളെ ഏറെ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണല്ലോ അപ്പോസ്തലനായ പൗലോസ്. प्रेरित पौलुस को हम बहुत आदर से देखते हैं. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, प्रेरितों के पुस्तक उसके 9वें अध्याय के 6 वचन 6 को पढ़ते हैं. അവിടെ നാം വായിക്കുന്നത്, നീ എഴുന്നേറ്റ് ചെല്ലുക, परंतु अब उठकर नगर में जा, ऐसे कहा उससे, അവിടെ വെച്ച് നിന്നോട് പറയും. और वहां तुझे बातें बताई जाएगी. 8-9 വാക്യങ്ങൾ നാം പരിശോധിച്ചാൽ 8 और 9 कलम को ध्यान से देखने से എഴുന്നേറ്റ് പോയി वो उठकर चला गया. 3 ദിവസം അവിടെ ഇരുന്നു. 3 दिन तक वहां बैठा रहा. അടുത്ത സന്ദേശം കേൾക്കുന്നതുവരെ അവിടെ കാത്തിരിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് ഒരുക്കമാണ്. और अगला संदेश पाने तक उसी जगह पर इंतजार करने के लिए तैयार रहा वो. ആ 3 ദിവസം ധന്യനായ പൗലോസിലേക എന്ത് ചെയ്യുകയായിരുന്നു എന്നും അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. धन्य प्रेरित पौलुस ने उस 3 दिन के समय में क्या किया करके लिखा है. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. प्रार्थना करता रहा. കണ്ണു കാണാത്തവനായി ഇരിക്കുന്ന പൗലോസിന് പിന്നെ എന്ത് ചെയ്യാനാണ്? वो अंधा है, अभी बैठकर क्या कर सकता है. പ്രിയപ്പെട്ടവരെ, 3 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവത്തിന്റെ അടുത്ത ആലോചന കേൾക്കുവാൻ കാത്തിരിക്കുന്ന പൗലോസിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. वहां 3 दिन तक प्रभु के पास बैठकर प्रभु से कुछ बातें सुनने के लिए तैयार होकर बैठा है प्रेरित पौलुस. പിന്നെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് അവൻ എഴുന്നേറ്റ് സ്നാനമേറ്റതായി നാം കാണുന്നത്. 18वें कलम में हम पढ़ते हैं वो उठकर उसे बपतिस्मा दिया. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, പിന്നോടുള്ള ചരിത്രങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അവിടെ വെച്ച് മാത്രമല്ല, പിന്നീടുള്ള വരുന്ന തലമുറയ്ക്ക് ലഭിക്കാനുള്ളത് മുഴുവനും പകർന്നു കൊടുക്കുന്ന, ദൈവിക ശബ്ദം കേൾക്കുന്ന, കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ധന്യനായ പൗലോസിനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. केवल उतना ही नहीं, अभी बाद में आने वाले सभी पीढ़ियों के लिए प्रभु के बातों को सुनकर हमें सुनाने के लिए जो तैयार हुआ वो प्रेरित पौलुस को हम देखते हैं. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മുഴുവനും പൗലോസിനോട് ദൈവം പകർന്നു കൊടുക്കുകയാണ്. पौलुस के हृदय में प्रभु अपनी सारी इच्छा को प्रकट करते हैं. കൊരിന്ത്യലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, വെളിപ്പാടുകളുടെ ആധിക്യം. हम कोरिन्थियों की पत्री में पढ़ते हैं, दूसरे कोरिन्थियों में, कि मेरे पास दर्शनों का बहुतायत हुआ. അപ്പോൾ എഴുന്നേറ്റ് കർത്താവ് പറയുന്നത് അനുസരിക്കാൻ ഒരുക്കമുള്ള പൗലോസിനെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതായി നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. उठकर आज्ञा मानकर चलने वाले प्रेरित पौलुस को प्रभु ने उपयोग किया करके हम समझ सकते हैं. എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് നാം പിന്നീടുള്ള ചരിത്രങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. സത്യമാണ്. बाकी इतिहास को पढ़ने से हमें समझ में आएगा उसको प्रभु ने कैसे इस्तेमाल किया. ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ള അതിവിശുദ്ധമായ പ്രമാണങ്ങളെ മുഴുവനും എഴുതി നൽകുവാൻ ദൈവം തന്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കുകയാണ്. प्रभु के कलीसिया को जितनी आज्ञाएं बतानी है वो सब प्रभु के दास को प्रभु ने बताकर किया. പ്രാരംഭമായി എടുത്തുവെച്ച ആ അനുസരണത്തിന്റെ കാഴ്ചപ്പാടുകളാണ് ദൈവം ആ മനുഷ്യനെ ഇത്ര അധികം പ്രയോജനപ്പെടുത്തുവാൻ, ഉപയോഗിക്കുവാൻ മുഖാന്തരമായി തീർന്നത്. उसने प्रथम तौर पर जो कदम उठाया, पहले आज्ञा मानकर चलने को शुरू किया, उसी की वजह से उसको सारी आशीष मिली है. എനിക്ക് ധാരാളം ഉദാഹരണങ്ങൾ ദൈവവചനത്തിൽ നിന്നും ഈ ബന്ധത്തിൽ പറയാൻ കഴിയും ആഗ്രഹമുണ്ടെങ്കിലും इस विषय में मेरे पास बहुत सारी बातें बताने के लिए, फिर भी സമയക്കുറവ് പോലെ ഞാൻ അത് വിശദീകരിക്കുന്നില്ല. समय की कमी से मैं उसको विवरित नहीं करूंगा. ശമൂവേലിന്റെ ചരിത്രമൊക്കെ നമുക്ക് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. शमूएल का भी हम इतिहास उसके साथ पढ़ सकते हैं. സ്വയമായ ധ്യാനത്തിനായി ഞാൻ വിടുകയാണ്. आपके व्यक्तिगत मनन के लिए मैं इस बात को छोड़ देता हूँ. അപ്പോൾ അനുസരിക്കുന്നവരോടാണ് കർത്താവ് കൽപ്പിക്കുന്നത്.
അവരോടാണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം വെളിപ്പെടുത്തുന്നത്. जो आज्ञा मानते हैं उनको प्रभु कुछ बोलना चाहते हैं, अपने हृदय की बातों को बताते हैं. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചോദ്യം ചെയ്യാതെ വളരെ താഴ്മയോടെ കർത്താവേ അങ്ങ് എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാൻ അതനുസരിക്കാൻ ഒരുക്കമാണെന്നുള്ള ഹൃദയത്തിന്റെ ആഗ്രഹത്തോടെ സമർപ്പണത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. तो बिना सवाल किए नम्रता के साथ, हे प्रभु तू जो भी बोलेगा मैं करने को तैयार हूँ, इस समर्पण के साथ हम उसके सम्मुख बैठे. നാലാമതായി ഈ വിധത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, चौथी बात इस बातों में से मैं बताना चाहता हूँ, കർത്താവ് തന്റെ അധികാരം ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. प्रभु अपना अधिकार बताते हैं. 18ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, मत्ती के सुसमाचार 28 के 18वें कलम में हम पढ़ते हैं, യേശു അടുത്ത് ചെന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. यीशु ने उनके पास आकर कहा, स्वर्ग और पृथ्वी का सारा अधिकार मुझे दिया गया है. സ്വർഗ്ഗത്തിൽ അധികാരമുള്ളവൻ, जिसका अधिकार स्वर्ग में भी है ഭൂമിയിൽ അധികാരമുള്ളവൻ, और पृथ्वी पर भी है. സർവാധികാരിയായ കർത്താവിന്റെ വിലയേറിയ കൽപ്പനയാണ് ശിഷ്യരാക്കുക എന്നുള്ളത്. सर्वाधिकारी प्रभु की आज्ञा है या उसकी इच्छा है सबको चेले बनाना. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, यारों मैं ये बताना चाहता हूँ, സുവിശേഷത്തിന്റെ അതിമനോഹരമായ സത്യം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. सुसमाचार का जो सबसे महत्वपूर्ण सत्य को यहाँ हम देख सकते हैं. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ പ്രാരംഭ 9 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ, कोलोसियों की पत्री 2 अध्याय उसके 9-ാം വാക്യം 9वें कलम को हम शुरुआत में पढ़ेंगे. उसमें അവിടെ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിച്ചവൻ, क्योंकि उसमें ईश्वरत्व की सारी परिपूर्णता सदैव वास करती है. അപ്പൊ സ്വർഗത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും അതിൽ വസിച്ചിരുന്നവനാണ് നമ്മുടെ കർത്താവ്. तो स्वर्ग में वो ऐसा मसीह है जिसमें स्वर्ग की सारी ईश्वरत्व उसकी परिपूर्णता उसमें सदैव वास करती है. അപ്പൊ സ്വർഗത്തിൽ അധികാരമുള്ളവനാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്ന സത്യമാണ്. ये तो सही है कि स्वर्ग में उसका पूरा अधिकार करता है, കാരണം അവൻ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയിലും അവൻ വസിച്ചിരുന്നവനാണ്. क्योंकि ईश्वरत्व की सारी परिपूर्णता से वो भरा है या वो सदैव उसमें वास करती है. അവിടെ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. और इसी को लेकर इस संसार में ईश्वरत्व की सारी परिपूर्णता लेकर देह रूप में इस संसार में आया. അപ്പോൾ ദൈവരൂപമായിരുന്നവൻ ദേഹരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. जो ईश्वर के रूप में था वो देह रूप में आया. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ ധന്യനായ പൗലോസിലേക്ക് ഇങ്ങനെ പറയുന്നു, फिलिप्पियों की पत्री में धन्य पौलुस बताते हैं, അവിടെ നാം വായിക്കുന്ന അറിയാവുന്ന വാക്യമാണ്, അവൻ ദൈവരൂപത്തിലിരിക്കൽ അर्थात ദൈവരൂപത്തിൽ നിന്നും ദാസരൂപമെടുത്തു. हम वहाँ पढ़ते हैं कि वो ईश्वर के स्वरूप में होकर भी उसने दास का रूप लेना चाहा. അപ്പോൾ ദൈവരൂപത്തിൽ നിന്നും ദേഹരൂപമെടുത്തു പോരാ, അവൻ ദാസരൂപമെടുക്കുവാൻ ഇടയായിത്തീർന്നു. ईश्वर के रूप में जो था वो मनुष्य के रूप में देह धारण किया उसने, और केवल उतना नहीं वो दास भी बन गया. പിന്നെ 10ാമത്തെ വാക്യം നാം വായിക്കുന്നു, എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവൻ. और 10वें कलम में हम पढ़ते हैं कि स्वर्ग में और पृथ्वी के नीचे उसके ऊपर सबके ऊपर उसका अधिकार है. അതെങ്ങനെയാണ് പ്രാപിക്കാൻ ഇടയായിത്തീർന്നത്? उसको ये अधिकार कैसे मिला? നാം വായിച്ച ഭാഗത്തിന്റെ തൊട്ട് താഴെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. कोलोसियों की पत्री 2 अध्याय उसके 15वें कलम में वो पढ़ते हैं, उसने प्रधानताओं और अधिकारों को ऊपर से उतार कर उनका खुला तमाशा बनाया. പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിൽ സർവ്വസമ്പൂർണ്ണതയും വസിച്ചിരുന്ന ആ ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ വന്നതിന്റെ മനോഹരമായ ചിത്രമാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. स्वर्ग में जो ईश्वर के रूप में था उसको इस संसार में आकर देह रूप में आने का जो कार्य हुआ उसके सुंदर चित्र को हम यहाँ देख सकते हैं. അവൻ എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവനായി തീർന്നു. जो सभी प्रधानता और अधिकार का शिरोमणि है. എങ്ങനെയാണ് തലയായത് എന്നാണ് 15ാം വാക്യത്തിൽ വായിക്കുന്നത്. वो कैसे शिरोमणि बना वो 15वें कलम में അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. उसने प्रधानताओं और अधिकारों को शस्त्रहीन कर दिया या उनके शस्त्र को छीन लिया उसने. അത് എവിടെ വെപ്പിച്ചു എന്ന് വായിക്കുന്നുണ്ട്. और कहां उसने उतारा ये भी हम पढ़ते हैं. ക്രൂശിൽ വെപ്പിച്ചു. उसने क्रूस पर ये काम को किया. എന്നിട്ട് പറയുകയാണ്, അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. और उनके ऊपर उसने जय जयकार की ध्वनि को सुनाई. അപ്പൊ സ്വർഗ്ഗത്തിലെ സകല സമ്പൂർണ്ണതയിലും വസിച്ചിരുന്ന ദൈവപുത്രൻ
മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന് മാത്രമല്ല സകലത്തിന്റെയും മേൽ അധികാരം പ്രാപിക്കുവാനിടയായി തീർന്നു. जो सभी प्रधानताओं और अधिकारियों के ऊपर है, और यहाँ स्वर्ग में जो ईश्वर के स्वरूप में है, ये संसार में आकर उसको ये अधिकार मिला. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും ഇതിന് സമാനമായ ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. प्रकाशित वाक्य उसके पहले अध्याय में भी, വെളിപ്പാട് 1:17 पहले अध्याय के 17वें कलम में भी यही एक चित्र हम देखते हैं. അവിടെ തേജസ്കരിക്കപ്പെട്ട കർത്താവ് യോഹന്നാനോട് പറയുന്ന വാക്കുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. वो रूपांतरित मसीह प्रभु हमारे यूहन्ना को कुछ बातें बताते हैं. അവിടെ പറയുന്നത് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. वो कहता है कि मृत्यु और अधोलोक की कुंजियां मेरे पास है. മരണത്തിന്റെയും പാതാളത്തിന്റെയും അധികാരമുള്ളവൻ, जिसके पास मृत्यु और अधोलोक की कुंजियां या अधिकार है. അപ്പോൾ സ്വർഗ്ഗത്തിൽ അധികാരമുള്ളവൻ മാത്രമല്ല മരണത്തിന്റെയും പാതാളത്തിന്റെയും മേൽ അധികാരമുള്ളവൻ. താക്കോൽ അധികാരത്തെയാണല്ലോ കാണിക്കുന്നത്. जिसके पास केवल स्वर्ग में नहीं, लेकिन मृत्यु और अधोलोक की कुंजियां जिसके पास है, मतलब कुंजियां उसके अधिकार को. അതെങ്ങനെയാണ് സംഭവമാക്കിയത്? ये कैसे संभव हुआ? എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം എടുത്തു വായിക്കേണ്ട നമുക്കറിയാവുന്ന വാക്യമാണ്. इब्रानियों की पत्री दूसरे अध्याय उसके മരണാധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കുവാനിടയായിത്തീർന്നു. उसने मृत्यु के ऊपर जो अधिकार रखा था उसको उसने मृत्यु के द्वारा ही हरा दिया. അപ്പൊ മരണാധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമയായിരുന്ന സകല മനുഷ്യരെയും വിടുവിക്കാനിടയായിത്തീർന്നു. उसने मृत्यु के द्वारा उसे जिसे मृत्यु पर शक्ति मिली थी अर्थात शैतान को निकम्मा कर दिया. അപ്പൊ പ്രിയപ്പെട്ടവരെ, വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മേൽ അധികാരം പ്രാപിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? तो क्या आपको समझ में आया कैसे प्रधानताओं और अधिकारों के ऊपर हमारे प्रभु को स्थान मिला? മരണത്തിന്റെയും പാതാളത്തിന്റെയും അധികാരം അവന് ലഭിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? उसको मृत्यु और अधोलोक की कुंजियां कैसे मिली, ये भी आपने देखा. ഇതെല്ലാം സാധിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലാണ്. ये सब मसीह के क्रूस के मृत्यु के कारण हुआ है. പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിൽ ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യമായ മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും എന്നേക്കുമായുള്ള സ്വാതന്ത്ര്യമാണ് സുവിശേഷം വിളംബരം ചെയ്യുന്നത്. सुसमाचार के द्वारा उन लोगों को जो इन बातों को विश्वास करता है उनको पापों से छुटकारा और इस तरह का जीवन उनको प्रदान किया जाता है. അങ്ങനെ വിശ്വസിച്ച് ദൈവമക്കളായി തീരുന്നവരാണ് ഈ ശിഷ്യത്വത്തിന്റെ പാതയിലേക്ക് വരുവാനിടയായി തീരുന്നത്. ऐसे विश्वास करने वालों को ये चेलों का रास्ता दिया जाता है. ഇന്ന് ലോകം മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ ആഘോഷമാക്കുകയാണ്. आज यीशु मसीह के मृत्यु का बहुत बड़ा त्योहार मनाया जाता है. വളരെ വേദനയോടും കണ്ണുനീരോടും കൂടെ ആ മരണത്തെ ഓർക്കുന്നുണ്ട്. बहुत आंसुओं के साथ, दुख के साथ उस मृत्यु को लोग याद करते हैं. അതൊരു ചരിത്ര സത്യമാണ്. ये तो एक ऐतिहासिक सत्य है. അതിന്റെ ശരിയും തെറ്റിലേക്കും ഞാൻ ഈ സന്ദേശത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. इस संदेश में उसके सच्चाई सही या गलत है हम नहीं बोलेंगे. പ്രിയപ്പെട്ടവരെ, ആ അറിവല്ല നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. वो जो जानकारी है वो हमें उद्धार में नहीं लाता है. അത് ലോകത്തിലും മുഴുവനുമുള്ള അറിവാണ്. सारे संसार को उसके बारे में जानकारी है. അത് ചരിത്രമാണ്. वो तो इतिहास है. അത് മാറ്റം വരുത്താൻ ആർക്കും കഴിയുന്നതല്ല. उसे कोई बदल भी नहीं सकता है. പക്ഷെ ആ മരണം എന്റെ പാപപരിഹാരത്തിനാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ഞാൻ ദൈവമകനായി തീരുന്നത്. लेकिन वो मृत्यु मेरे पापों के उसके लिए प्रायश्चित के लिए है. ये जब मैं विश्वास करूंगा तब मेरे काम में आएगा. ഈ അറിവല്ല നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ये ज्ञान मुझे उद्धार में नहीं पहुंचाता. അങ്ങനെ അറിവുള്ള അനേകർ ഈ ലോകത്തുണ്ട്. ऐसे जानकारी वाले बहुत सारे लोग हैं संसार में. അനേകർ മരണത്തെ ഓർക്കുന്നുണ്ട്. और बहुत सारे लोग इस मृत्यु को याद भी करते हैं. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ മരണം എന്റെ മരണമായി ഞാൻ സ്വീകരിക്കുമ്പോൾ, ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ഞാൻ ദൈവമകനായി തീരുന്നത്. जब इस मृत्यु को मैं अपना मृत्यु करके मानता हूँ, ग्रहण करता हूँ, तब परमेश्वर का पुत्र मेरा. അവർക്ക് മരണത്തിന്റെ മേൽ എന്നേക്കുമായുള്ള ജയം സ്വർഗ്ഗത്തിലെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. और स्वर्ग का परमेश्वर ऐसे लोगों को मृत्यु के ऊपर हमेशा का छुटकारा देता है. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ. रोमियों की पत्री 8वें अध्याय के शुरू के शब्दों में यूं पढ़ते हैं. മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്നും എന്നേക്കുമായുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. मृत्यु और पाप के जो प्रमाण है, जो नियम है, उसमें से हमेशा के लिए छुटकारा. മരണത്തിന്റെ മേൽ ഈ നേരത്തിന് അധികാരമില്ല. मृत्यु को अभी मेरे ऊपर कोई अधिकार नहीं. പാപത്തിന് എന്റെ മേൽ അധികാരമില്ല. पाप को मेरे ऊपर कोई अधिकार नहीं. അവിടെ നിന്നുള്ള വലിയ സ്വാതന്ത്ര്യമാണ് സ്വർഗ്ഗത്തിലെ ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നത്. वहां से बहुत बड़े छुटकारे को हमारे
हमारे स्वर्गीय परमेश्वर ने हमें प्रदान किया है। ഈ വലിയ അനുഗ്രഹം പ്രാപിക്കാത്തവരായി ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? यदि इस बड़े अनुग्रह को आपने प्राप्त नहीं किया, ऐसा कोई है यहाँ? പ്രിയപ്പെട്ടവരെ, ദൈവരൂപത്തിലിരുന്നവൻ ദേഹരൂപമെടുത്തു, മാത്രമല്ല അവൻ ദാസരൂപമെടുത്തു താഴ്ച അനുഭവിച്ചവനായി ഈ ഭൂമിയിൽ വന്നു. जो ईश्वर के रूप में था, वो मनुष्य का देह उसने लिया और दास का रूप लिया, इस संसार में आ गया। എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവൻ കാൽവരി ക്രൂശിൽ മരിക്കുവാനിടയായിത്തീർന്നു. मेरे और आपके पाप के लिए एक रास्ता बनाने के लिए वो कलवरी के क्रूस पर അവൻ മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ദൈവപുത്രനാണെന്ന് തെളിയിക്കുവാനിടയായിത്തീർന്നു. मृत्यु में से वो तीसरे दिन जी उठा, इसलिए उसने साबित किया कि वो परमेश्वर का पुत्र है। വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനമുണ്ടെന്ന് ദൈവവചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്താനിടയായിത്തീർന്നു. परमेश्वर के वचन से ये बताया जाता है कि पापों से छुटकारा हम सबके लिए संभव നിങ്ങൾ है। വിശ്വസിക്കാൻ ഒരുക്കമാണോ? क्या आप इसको विश्वास करने के लिए तैयार हैं? നിങ്ങൾക്ക് ദൈവമക്കളായി തീരാം. तो आप परमेश्वर के संतान बन सकते हैं। സ്വർഗ്ഗത്തിലെ ദൈവം ചെലവ് മുഴുവനും ചെയ്തിട്ടുണ്ട്. स्वर्ग के परमेश्वर ने पूरा खर्चा किया है। നിങ്ങൾ ഇനി ഒരു ചെലവും ചെയ്യണ്ട. आपको कोई खर्चा करने की जरूरत नहीं। അമൂല്യമായത് സൗജന്യമായിട്ടാണ് ദൈവം ദാനമായി കൊടുക്കുന്നത്. इतना मूल्यवान जो है, जिसका कोई मूल्य नहीं बता सकते हैं, उसको मुफ्त में आपको परमेश्वर കാരണം ദൈവത്തിന്റെ ആഗ്രഹം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ്. परमेश्वर चाहता है कि सभी लोगों का उद्धार हो। അതിന് സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. और स्वर्ग के परमेश्वर ने सब कुछ किया है जो उससे हो सकता है। നമുക്ക് ഒരു കാൽച്ചുവട് എടുത്തു വെച്ചോ 10 പൈസ കൊടുത്തോ നേടാൻ കഴിയാത്തത് കൊണ്ട് അത് ദാനമായി നൽകിയ. हम एक कदम रखेंगे तो ये कुछ भी ये बिना खर्चा 1 रुपया दिए बिना वो हमारे लिए दान के रूप में मिल जाएगा। ആകയാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരിക. इसलिए प्रभु के सन्मुख आए, ഞാൻ പാപിയാണെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുക. प्रभु के सन्मुख ये अंगीकार करें कि मैं पापी हूँ। ഞാൻ മരിക്കേണ്ട മരണമാണ് എനിക്ക് വേണ്ടി അങ്ങ് അനുഭവിച്ചത് എന്ന് വിശ്വസിക്കുക. ये विश्वास करें कि जो मृत्यु मुझे सहना था उसको तूने सह लिया है। കർത്താവേ, ഞാൻ അങ്ങയെ എന്റെ സ്വന്തം രക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിക്കുന്നു എന്ന് ഏറ്റുപറയുക. ये बात को अंगीकार करें कि है प्रभु, मैं तुझे अपना उद्धारकर्ता प्रभु करके मैं मानता हूँ। നിങ്ങൾക്ക് ദൈവമക്കളായി തീരാം. हाँ, प्रभु के संतान बन सकते ഈ हैं। കർത്താവിന്റെ ശിഷ്യനായി തീരാം. ये प्रभु के चेले बन सकते हैं। സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിക്കാനിടയായി തീരും. स्वर्ग के सारे आशीष आपके लिए मिलेंगे। ലോകത്തിന്റെ ആഗ്രഹം ഭാവി അറിയുക എന്നുള്ളതാണല്ലോ. संसार की इच्छा है कि भविष्य क्या है उसकी जानकारी मिले। അതിനുവേണ്ടി എന്തോരം ചപ്പടി വിദ്യകളാണ് ഇന്ന് ലോകത്ത് മുഴുവൻ നടക്കുന്നത്. और इस संसार में क्या क्या उसके लिए रास्ते निकालते हैं लोग। പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഭാവി മാത്രമല്ല, केवल इस संसार के भविष्य के बारे में नहीं प्रियो, മരണത്തിനപ്പുറം നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പോലുമുള്ള വ്യക്തമായ അറിവ് ദൈവവചനം നൽകുകയാണ്. मृत्यु के बाद आपके साथ क्या होगा ये बात भी स्पष्ट रूप से प्रभु के वचन से बताया जाता है। മരണശേഷം എവിടെയായിരിക്കും? मृत्यु के बाद कहाँ होंगे? ഇപ്പോൾ ഈ കർത്താവിൽ വിശ്വസിക്കാനിടയായിത്തീർന്നാൽ, अगर अभी इस मसीह के ऊपर विश्वास करेंगे, കർത്താവിനോട് കൂടെ നിത്യകാലം വാഴാനുള്ള വലിയ ഉറപ്പാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. मसीह के साथ हमेशा राज करने का बहुत बड़ा हमें सामर्थ्य या हियाव हमें दिया जाता है प्रभु के वचन से। പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും എന്നേക്കുമായുള്ള മോചനമാണ് ദൈവത്തിന്റെ വചനം നമുക്ക് പ്രഖ്യാപനം ചെയ്യുന്നത്. मृत्यु के प्रभाव में से हमेशा के लिए एक छुटकारा प्रभु हमें ऐलान करते हैं। മാത്രമല്ല, ഈ ലോക ജീവിതത്തിൽ പാപത്തിന്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാം. और इस संसार में भी पाप के सारे प्रलोभन के ऊपर विजय प्राप्त करके इस संसार में आप स्वतंत्र होकर जी सकते हैं। എന്തോ ഒരു സന്തോഷവും എന്തോ ഒരു സമാധാനമാണ് ഈ ശിശുത്വത്തിന്റെ പാതയിൽ സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്നത്. कितना आनंद और कितना आपको स्वतंत्रता इस मसीह के चेले के रास्ते में है। അതുകൊണ്ട് ശിശുത്വം എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം സകല മനുഷ്യരോടും കൽപ്പിക്കുന്ന കൽപ്പനയാണ്. इसलिए चेले बनना परमेश्वर के स्वर्ग के परमेश्वर के आज्ञा है सब लोगों के लिए। ഈ ലോക ജീവിതത്തിൽ ഒരു അധികാരിയുടെ കൽപ്പന ലംഘിക്കാൻ നാം പഠിക്കാറുണ്ടോ? क्या इस संसार के किसी अधिकारी का हम कोई नियम को टालने की कोशिश करते हैं, चाहते हैं? ഏത് വില കൊടുത്തും ഈ കൽപ്പനകൾ നാം അനുസരിക്കുകയില്ലേ? क्या हम किसी भी कीमत को देकर उसको नहीं मानते? അല്ല, രാജഭരണകാലത്ത് അത് അനുസരിക്കാതെ പോയാൽ അവരുടെ ജീവൻ നഷ്ടമാകുകയില്ലേ? राजाओं के समय में हुआ करता था कि यदि कोई उसकी आज्ञा को टाल दे तो मृत्यु भी उसके लिए है। എന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള കൽപ്പനയെ നാം വളരെ ലാഘവമായിട്ടാണോ കാണുന്നത്? लेकिन स्वर्ग और पृथ्वी का अधिकार जिसके पास है उसके उस अधिकार को या उसके आज्ञा को हम क्या तुच्छ समझते हैं? അതോ ഈ കൽപ്പനയോട് നാം പൂർണ്ണമായ അനുസരണം കാണിക്കുന്നുണ്ടോ? या फिर उसके आज्ञाओं को हम पूरी तरह से आज्ञाकारिता दिखाते हैं? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കൽപ്പനയോട് അനുസരണം കാണിക്കുവാൻ इसलिए प्रियो इस आज्ञा को
पूरी तरह से आज्ञाकारिता दिखानी കർത്താവേ, चाहिए। ഞാൻ അങ്ങയുടെ നല്ല ശിഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരുക്കമാണെന്നുള്ള ആ വലിയ ആഗ്രഹവും സമർപ്പണവും ദൈവസന്നിധിയിൽ എടുക്കുവാൻ इसलिए प्रभु मैं तेरे इस आज्ञा को मानने के लिए नम्रता और पूरी समर्पण के साथ मैं तेरे सामने हूं करके इस बात को लेकर സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും സമൃദ്ധിയായ ദൈവകൃപ നൽകുമാറാകട്ടെ. स्वर्ग का परमेश्वर हम सभी को बहुतायत से उसका अनुग्रह दे। ഈ വചനങ്ങളാൽ ദൈവനാമം എന്നതിലേക്ക് മഹത്വപ്പെടുമാറാകട്ടെ. इन वचनों से प्रभु का नाम हमेशा हमेशा के लिए महिमा पाए। എനിക്ക് പറഞ്ഞ സമയമായി. मुझे बताया गया समय पूरा हो गया है। നാം ഈ വിഷയത്തിന്റെ പ്രാധാന്യമാണ് ഇപ്പോൾ ചിന്തിച്ചത്. अभी हमारे इस विषय के उस महत्वपूर्णता को महत्व को हमने देखा है। തുടർന്ന് ഈ കൽപ്പനയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. आगे के क्लास में हम देखेंगे कि इसमें क्या क्या आज्ञा दी गई है या क्या बातें हैं वहाँ। ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. केवल प्रभु के नाम की महिमा होती है।